കേരഫെഡ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് പരിചിതമല്ലാത്ത മേഖലയിൽ ചുമതല നൽകിയത് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. കൊപ്ര സംഭരണത്തിലെ വീഴ്ച മൂലം വിപണിയിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. കേരഫെഡിൽ സർക്കാർ ഇടപെടലും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് CR മഹേഷ് MLA കൃഷിമന്ത്രിക്ക് നിവേദനം നൽകി. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന സെക്ഷൻ ഓഫീസർമാർ ഫിനാൻസ്, എക്സ്റ്റൻഷൻ, മാർക്കറ്റ് എന്നീ മേഖലകളിൽ വരുത്തിയ കെടുകാര്യസ്ഥതയാണ് കേരഫെഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. മാർക്കറ്റിംഗിൽ ഉന്നത ക്വാളിഫിക്കേഷനുള്ളവർ, ഫിനാൻസ്, അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ ഉന്നത യോഗ്യതയിലുള്ള പ്രൊഫഷണലുകൾ എന്നിവർ കൈകാര്യം ചെയ്തിരുന്ന മേഖലയിലാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്ന മേഖലയിൽ പരിചയമില്ലാത്തവർക്ക് ചുമതലകൾ നൽകിയത്. കാലങ്ങളായി ഓണം വിപണിക്കായി കൺസ്യൂമർ ഫെഡ് 2000 ടൺ, സപ്ലൈകോ 500 ടൺ, വിതരണക്കാർ 2500 ടൺ എന്നിങ്ങനെ 5000 ടൺ കേര വെളിച്ചെണ്ണ കേരഫെഡ് വിപണനം നടത്തി വന്നിരുന്നു. ഇതിനായി ജനുവരിയിൽ 8500 ടൺ കൊപ്ര സംഭരിക്കാൻ നോട്ട് തയ്യാറാക്കുകയും അത് ബോർഡിന്റെ അനുമതി നേടുകയും ചെയ്ത കൊപ്ര സംഭരിക്കുന്ന നടപടികളാണ് നടന്നു വന്നിരുന്നത്. എന്നാൽ കൊപ്ര സുലഭമായി ലഭിക്കുന്ന ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 135 രൂപ മാത്രം കിലോയ്ക്ക് വിലയുള്ള കൊപ്ര സംഭരിക്കാത്തത് കാരണം കേരഫെഡിൽ അതിരൂക്ഷമായ കൊപ്രാക്ഷാമമുണ്ടായി. തൽഫലമായി നിലവിൽ കൊപ്രാവില കിലോയ്ക്ക് 270 രൂപയ്ക്കാണ് സംഭരിക്കുന്നത്. ഇതുകാരണം 1 ലിറ്ററിന് 5 രൂപ ലാഭത്തിൽ 210 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന കേര വെളിച്ചെണ്ണ ഇപ്പോൾ ലിറ്ററിന് 30 രൂപ നഷ്ടത്തിൽ 419 രൂപയ്ക്ക് വിൽക്കുകയാണ്. മാർക്കറ്റിലെ വെളിച്ചെണ്ണ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേരഫെഡിന് കഴിയാതെ വരികയും ചെയ്തു. മുൻവർഷങ്ങളിൽ 10-15 കോടി രൂപ ഓരോ വർഷവും ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കേരഫെഡ് നിലവിലെ മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കേരഫെഡ് നിലനിൽക്കുന്നതിന് അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ എന്നേക്കുമായി ഈ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലാവുകയും അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യും. സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും കൃഷിമന്ത്രിക്ക് CR മഹേഷ് MLA നിവേദനം നൽകി. കേരഫെഡിന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തെക്കുറിച്ച് നിയമസഭയിൽ നേരത്തെ വിഷയം സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുണ്ടെന്നും MLA ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.